ഈശോയുടെ സ്നേഹമൊക്കെ അളന്നിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. ആധ്യാത്മിക ദൈവസ്നേഹത്തിൻ്റെ രാക്ഷസ രൂപങ്ങൾ. അവരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വാതിൽ എപ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഫസ്റ്റ് അജണ്ടയല്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആധാരം. അതാണ് ദൈവദൃശ്യത്തിന് വരുന്നൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളല്ല. ഇപ്പം അമേരിക്കൻ വിസയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ അവരെ നാട്ടിൽ കയറ്റാതിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. അതിനവർ പല പല കാര്യങ്ങൾ പറയും, പല പല വിഷയങ്ങൾ, പല പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? ദയവായിട്ട് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേരെ, ഞങ്ങളിവിടെ എങ്ങാനും ജീവിച്ചു പോട്ടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവർ വളരെ ഇപ്പം ഞാൻ ചിക്കാഗോയിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴ് വൈറ്റ് താമസിക്കുന്നില്ല. എവിടെയെങ്കിലും വൈറ്റ് താമസിക്കണില്ല. എന്ന് വെച്ചാൽ വെള്ളക്കാർ താമസിക്കണില്ല അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം നീഗ്രോസാണ്. ഞങ്ങളെ അവിടെ ഒരു നീഗ്രോ എന്ന് നമുക്ക് പറയാൻ പാടില്ല, അതൊക്കെ വലിയ അവിടെയെല്ലാം ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറയും. അവിടെ ബ്ലാക്കുകളാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെയെങ്കിലും വൈറ്റ്, പണ്ട് വൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ വൈറ്റ് പതുക്കെ പതുക്കെ അവിടുന്ന് മാറും, അവർ മാറിപ്പോകും. ഒരു ചേച്ചി, ഒരു ഇന്ത്യക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കും. എന്താ കാര്യം? എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നത് വൈറ്റാണ്. അവർക്ക് നമ്മുടെ മസാലയുടെ മണം കേട്ട അപ്പം ഛർദ്ദിക്കുമെന്ന്. അപ്പം നമുക്ക് നിസ്സാരമല്ലേ വിഷയം സീരിയസാണ്. ഭയങ്കര സീരിയസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കരുത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എൻ്റെ അണുബോംബ് പൊട്ടിക്കണ പോലെ മണ്ണാന്നൊരു മണം സഹിക്കാൻ പറ്റാതെ. അല്ലെങ്കിലും കടുകിനൊരു വിടക്കുമണമാണ് നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സംസ്കാരമല്ലേ, തമ്മിൽ യോജിക്കത്തില്ല ഒരിക്കലും.
ഓരോ സംസ്കാരമാണ്. അതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആൾക്കാരുടെ റിജക്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിജക്ഷനാണ്. മനുഷ്യന്മാരുടെ ബേസിക് പ്രിൻസിപ്പിൾ സ്നേഹമല്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നതല്ല, അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല, റിജക്റ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ സംസ്കാരമുണ്ട്, റിജക്ഷനുള്ളതാണ്. കണ്ട, നമസ്കാരം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ജീവിച്ചോളാം, എന്നെ തുറണ്ട, നീ നിൻ്റെ കാര്യം. അപ്പം നിങ്ങളുടെ അങ്ങോട്ട് സ്തുതി പറയും, ഇങ്ങോട്ട് സ്തുതി പറയും. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് കോണോട്ടേഷൻ, കുറച്ച് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെതല്ല നിൻ്റെതാണെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ബേസിക് ഇത് ഹിന്ദുയിസത്തിൻ്റെ അല്ല. ഇത് ഈ നമസ്കാരമൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഓർക്കും അത് ഹിന്ദുയിസത്തിൻ്റെ ആണല്ലോ, ഹൈന്ദവ സംസ്കാരമല്ല, ബൗദ്ധിസ്റ്റ് സംസ്കാരമാണ്. യവന്മാരതിൻ്റെ ആണിക്കല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ നിന്നെയും തൊടത്തില്ല. അത് സംഭവം അവേർഷനാണ്. മനുഷ്യൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അങ്ങനെയല്ല, അങ്ങനെയാണ് ശരിക്കും. അത് അകത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ രീതിയിൽ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും, ഏതെങ്കിലും വകുപ്പ് കണ്ടുപിടിക്കും. അവരിന്ന ജാതിയാണ്, അവർ നമ്മുടെ ആൾക്കാരല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വിഭാഗീയതയുടെ മതിലുകൾ കിട്ടും. ഈശോയുടെ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മതിലുകൾ പൊളിക്കുക എന്നാണ്. ആ മതിലെങ്ങനെ പൊളിച്ചെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവൻ ശരീരം കൊണ്ട് മതിലുകൾ പൊളിച്ചു എന്ന്. Take the word of God. Sudhigada hallelujah. Hallelujah, 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 hallelujah. Yeshua, Yeshua, Sudhi, hallelujah. Hallelujah, 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 hallelujah. Yeshua, ആരാധന, 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 ആരാധന. Yeshua, നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ, എഫേസോസ് 2:14 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. This is why I promote Jesus. എന്തുകൊണ്ടും നിങ്ങൾ ജീസസിനെ പരിചയപ്പെടണം. കാരണം എന്താ? അവന് ജാതിയില്ല, മതമില്ല. മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ, അവൻ പാപത്തിൻ്റെ മതിലുകൾ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇടിച്ചു തകർത്തു. എന്താണ്? ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. hallelujah, hallelujah, hallelujah. പ്രാണപ്രിയ ചങ്ങിലെ ചോരനെ വീണ്ടെടുത്തവനേ, പ്രാണപ്രിയ ചങ്ങിലെ ചോരനെ വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു
പേര് ആതിര. ഞാൻ വരുന്നത് തൃശ്ശൂർ പാവറട്ടി ഇടവകയിൽ നിന്നാണ്. എനിക്ക് അമ്മ മാതാവ് നൽകിയ ഒരു വലിയ സാക്ഷ്യം ഞാനിവിടെ പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ 10 വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനൊക്കെ നോക്കി, ഏജൻസിയിലോട്ട് കോണ്ടാക്ട് ചെയ്തു. എല്ലാ ഏജൻസിയും പറയുന്നു നിനക്ക് ഏജ് ഓവറാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും നിനക്ക് കിട്ടില്ല, ഏജ് ഓവർ ആയുള്ളവർ എടുക്കില്ല. എനിക്ക് 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ട്. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഇയർ ഗ്യാപ്പാണ്. ഒരിക്കലും പബ്ലിക് യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാ ഏജൻസിയും എന്നെ അവോയ്ഡ് ചെയ്തു. അവരെല്ലാവരും പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വിസ കിട്ടണം, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണവശാലും വിസ കിട്ടാൻ ചാൻസ് ഇല്ല. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അതൊരു ലോങ് ഗ്യാപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ചിരുന്ന ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല, എന്നാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുക്കാം, കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അവർ തന്നത്. 3 യൂണിവേഴ്സിറ്റിക്കും ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. 3 യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ 2 യൂണിവേഴ്സിറ്റിയും എന്നെ 1 വീക്കിനുള്ളിൽ എന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പേടിയായി, ഇനി അവസാനം ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഉള്ളൂ. അപ്പം തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ജനുവരി 8, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചു. എന്നും ഞങ്ങൾ കുരിശ് വരയ്ക്കും, പ്രാർത്ഥന എത്തിക്കും. എപ്പോഴും എല്ലാ പ്രാർത്ഥനയുടെ ഇടയിലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കും. ഉപ്പ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാലും ഞങ്ങൾ ഉപ്പ് വായിൽ വയ്ക്കും. തേൻ എന്നും എല്ലാ ദിവസവും തേൻ കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റെഡിയാക്കണം. ഫണ്ട് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയമാണ് അവർ തന്നുള്ളൂ. അപ്പോഴേക്കും ഏജൻസി VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഫെബ്രുവരി 14 അവർ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഈ വർഷം ഫെബ്രുവരി 14 ഞങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും ഫെബ്രുവരി 3 ഞാനും അമ്മയും കൂടി വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങൾക്ക് കാശാക്കാൻ ഇതുവരെ ഒരു വഴി തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾ ലോണിനൊക്കെ കൊടുത്തു. ലോണൊന്നും ആ സമയമാകൊണ്ട് സാങ്ഷൻ ആവില്ല എന്നവർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആവണ വേറെ വഴികളൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളത് നമ്മൾ കുറച്ച് ഗോൾഡ് മാത്രം വെക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയും ഫണ്ട് റെഡിയാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഇവിടുന്ന് മനസ്സിലിരുന്ന് പറഞ്ഞു എന്നോട് ഫെബ്രുവരി 27 അവരോട് അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാൻ പറയും. VFS അപ്പോയിൻമെൻറ്റ് 27 എന്നുള്ള ഡേറ്റാണ് എന്നോട് പറയുന്നത് മാതാവ്. ഞാൻ അപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് ഏജൻസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് 27 എന്ന് പറഞ്ഞ ഡേറ്റിന് മതി അപ്പോയിൻമെൻറ്റ്, 14 നോക്കണ്ട, നിങ്ങളൊരു 27 ഡേറ്റ് കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടില്ല, ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മയും ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറിയപ്പോൾ ബസ്സിലിരുന്നപ്പോഴേക്ക് ഏജൻസി ഞങ്ങൾ വിളിച്ച് പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് 27 ഡേറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ഇത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 27 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തു. ഒരുപാട് പേരുടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ലാസ്റ്റ് കാരണം നമുക്ക് ലോൺ ചെറിയ സമയത്തിനുള്ളിൽ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫെബ്രുവരി 25 നമ്മൾ ഫൈനലായിട്ട് എല്ലാ ഫണ്ടും കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 27 അപ്പോയിൻമെൻറ്റിന് പോണേക്കാട്ടും മുമ്പ് ഈ ഫണ്ടൊക്കെ അവിടുത്തെ അക്കൗണ്ടിൽ ജർമ്മനിയിലെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും എംബസിയിൽ കാണിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പ്രൂഫ്. അതില്ലെങ്കിൽ വിസ റിജക്ഷനാണ്. അപ്പോൾ നമുക്ക് 25 ഞങ്ങൾ എല്ലാ ഫണ്ട്സും കൂടി അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, CDM യൂസ് ചെയ്യും. CDM എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാശ് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് വലിയ ഫണ്ട്സാണ്, നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല കുഴപ്പമില്ല, ഫണ്ട്സ് പെട്ടെന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു.
ഞങ്ങൾ അങ്ങനെ CDM യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ടായി. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങളവിടെ പോയത്. 3 മണി നേരത്തായിരുന്നു അവർക്ക് ഫൈനൽ ടൈം പറഞ്ഞു. 3 മണി നേരമായിരുന്നു. ഞങ്ങൾ 2 മണിയാകുമ്പോഴേക്കും ഇട്ടുകൊണ്ടിരിക്കുന്ന ഫണ്ട്സ് അവിടെ ബ്ലോക്കായിപ്പോയി. CDMൽ ഫണ്ട് ബ്ലോക്കായി. ഞങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ 3 മണി വരെ അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാശ് റെഡിയാക്കി എങ്ങനെയും ഇടണം. ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാവരും മാറി മാറി ഞങ്ങൾ വിളിച്ചു. അവർ പറഞ്ഞു 5 to 6 ബിസിനസ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെല്ലാ വഴിയും മാർഗം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വീണ്ടും ഫണ്ട് റെഡിയാക്കി വീണ്ടും ഫണ്ട് അറേഞ്ച് ചെയ്ത് 1 അവറിനുള്ളിൽ. അപ്പോഴേക്കും സമയം 4 മണിയായി. സാധാരണ 3 മണി വരെയുള്ള ബാങ്ക് എടുക്കുന്നത്. ആക്സെപ്റ്റൻസ് 3 മണി വരെയുള്ളൂ. 3 മണിക്കുള്ളിൽ അടച്ചാൽ മാത്രമാണ് അവിടെ ജർമ്മനിയിലെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുള്ളൂ. പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. ഫെബ്രുവരി 26 പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അന്ന് ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല എന്ന് ഓൾറെഡി ബാങ്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് 4 മണിക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു. ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ. കാരണം 27-ാം തീയതി ഉച്ചയ്ക്ക് 1:30ക്കാണ് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ്. ഉച്ചയ്ക്ക് 1:30ക്ക് VFS അപ്പോയിൻമെൻറ്റിൽ കയറുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജർമ്മനിയിലെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അത് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. 1:30 ആയിട്ടും എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഞാൻ കയറിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും വണ്ടിയിലിരുന്ന് മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും VFSലെ ഡോക്യുമെൻറ്റ്സിലും എല്ലാത്തിലും ഞങ്ങൾ ഉപ്പിട്ടു. എല്ലാത്തിലും മാറി മാറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് അങ്ങ് പറഞ്ഞ ഡേറ്റിനാണ് ഞങ്ങൾ VFS അപ്പോയിൻമെൻറ്റ് എടുത്തത് 27. ഇതുവരെയായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കാശ് അടച്ചു. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷനാണ്. ഏജൻസി പറഞ്ഞു നിങ്ങൾ പോകണ്ട, 1:30 ആയി സമയം, നിങ്ങൾ പോകണ്ട, നിങ്ങൾ വെറുതെ VFSൻ്റെ കാശ് കളയാൻ വേണ്ടിയാണ് പോകുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഏജ് ഓവറാണ്. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ഈ ഫിനാൻഷ്യൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഇതും എംബസി അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് VFSൻ്റെ. അതവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ 1:30ക്ക് അവിടെ കയറി. അവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. 1:45 ആയപ്പോഴാണ് എൻ്റെ ടോക്കൺ വിളിച്ചത്. 1:45 ആയപ്പോൾ ഞാൻ ടോക്കണിൻ്റെ എൻ്റെ കൗണ്ടറിലോട്ട് കയറി. അവർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പം ഞങ്ങളത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൗണ്ടറിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഞങ്ങളിപ്പോൾ പോയി പ്രിൻ്റ് എടുത്ത് വരാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ 1 വീക്കിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവൽ കിട്ടി. എല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ കിട്ടില്ല, റിജക്റ്റ് ആവുള്ളൂ, ഇയർ ഗ്യാപ്പ് പ്രശ്നം, ഏജ് ഓവറായി, എല്ലാം കാരണം കൊണ്ട് എനിക്ക് വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞവർ എനിക്ക് വിസ കിട്ടി. 1 വീക്കിനുള്ളിലാണ് എനിക്ക് വിസ കിട്ടിയത്. ഇപ്പോൾ മാർച്ച് 25 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് അടുത്ത സെക്ഷനിൽ എനിക്ക് അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുക അക്കോമഡേഷൻ റെഡി ആവാൻ വേണ്ടി. എല്ലാ ദിവസവും കാലത്ത് എണീറ്റിരുന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. അക്കോമഡേഷൻ ആവാതിരിക്കേണ്ട എല്ലാവർക്കും അക്കോമഡേഷനായി. കൂടെയുള്ളവർക്കൊക്കെ നേരത്തെ അവർ പ്രിപ്പയർ ചെയ്തു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു വിസ കിട്ടുമെന്ന്. എനിക്ക് എൻ്റെ കൺസിഡറേഷനിൽ കിടക്കുന്ന കാരണം എനിക്ക് ഉറപ്പില്ല എൻ്റെ വിസ കിട്ടുമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ കൺഫേംഡ് ആയിട്ട് ഒരു അക്കോമഡേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു. 1 വീക്കായി. ഇന്ന് നമുക്ക് കുറച്ച് ഡേയ്സും കൂടി ഉള്ളൂ. ഇന്നലെ എനിക്ക് ഫൈനൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ആർക്കും കിട്ടാത്തതാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. എനിക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഇമെയിൽ വന്നു, യു ഹാവ് കൺഫേംഡ് യുവർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തു. എൻ്റെ അക്കോമഡേഷൻ ഇപ്പോൾ എനിക്ക് അവിടെ സ്റ്റേബിളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കുട്ടികളുണ്ടായത്. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടായത്. അന്നൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ വെച്ചിട്ട് കുരിശ് വരയ്ക്കും, എന്നും കുരിശ് വരയ്ക്കും. അങ്ങനെ ഞാൻ കൺസീവായി. പിന്നെ എല്ലാ സ്കാനിങ്ങിനും ഞങ്ങൾ ഉടമ്പടി തൈലം യൂസ് ചെയ്യും. എല്ലാ സ്കാനിങ്ങിൽ പോകുമ്പോൾ കാശുരൂപം തൈലം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ അവന് 1 ഇയർ ആയി, 1 വയസ്സാണ് ഈ ഏപ്രിലിൽ. അപ്പോൾ അത് ഇത്രയും വലിയ സാക്ഷ്യം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി.
പിന്നെ നമ്മൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് പറഞ്ഞ മോസ്റ്റ്ലി എല്ലാ വെനസ്ഡേയ്സും ഞങ്ങൾ ഫുഡ് കൊടുക്കും. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും, പാർസലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് അമ്മ കൃപാസന മാതാവിൻ്റെ, അത് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയ എമൗണ്ടിൽ ഞങ്ങൾ കാശ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടുന്ന് എപ്പോൾ വന്നാലും ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് അറിയാവുന്ന വീടുകളിൽ കൊടുക്കും, പോകുന്ന വഴിയിലൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഈശ്മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജസ്ന, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് എൻ്റെ പേപ്പൻ വഴിയാണ്. അപ്പോഴൊക്കെ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഇത് ഉടമ്പടി ഇങ്ങനെ. ഞാനും വിശ്വസിച്ചിരുന്നു എല്ലാവരെയും പോലെ, ചിലരെ പോലെ ആളെ പറ്റിക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ +2 ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള അമ്മ തന്നെയാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. +2 റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഫുൾ A+ കിട്ടുന്നു. അങ്ങനെ അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ ജർമ്മൻ പഠനത്തിന് പോവുകയും ജർമ്മൻ എക്സാമിൻ്റെ സമയമായപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജർമ്മൻ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് അതിന് മുന്നേ ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല ചില കാരണങ്ങളാൽ. എക്സാമിന് 4 മൊഡ്യൂളാണുള്ളത്. അതിൽ സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്. ഇതിൽ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു, ബാക്കി 3 എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിക്കാതെ എനിക്ക് സ്പീക്കിങ്ങിന് നല്ല മാർക്ക് കിട്ടുകയും മറ്റ് 3 ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഫെയിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2 എക്സാം കോയമ്പത്തൂർ ഡേറ്റ് എടുത്തു. കാശിരൂപം വെച്ച് ഞാൻ ആ എക്സാം എഴുതാൻ പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ആ എക്സാം സെൻറ്ററിൽ എനിക്കറിയില്ല, ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നഖം നീല വയലറ്റ് കളറാവുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, കാരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലാതെ ഞാൻ എക്സാം റിസൾട്ട് ഞാൻ പാസ്സാവുകയും നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തു. അടുത്തതായി ഞാൻ പിന്നെ ഷ്രൈബൻ, അതായത് റൈറ്റിംഗ് എക്സാം ഡേറ്റ് കൊച്ചി, ട്രിവാൻഡ്രം ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. പക്ഷേ അതിലൊന്നും ഞാൻ പാസ്സായില്ല. പിന്നെ ട്രിച്ചി ഒരു എക്സാം ഡേറ്റ് എടുത്തു. ഇത് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് ഒരു അടയാളം കാണിച്ചു തന്നു, നീ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്ക് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ആ ട്രിച്ചി എക്സാം സെൻറ്ററിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കി. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ 76 മാർക്ക്, 100ൽ 76 മാർക്കോടുകൂടി അമ്മ എന്നെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ 2 ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ വളരെ സിമ്പിളായിരുന്നു, ജർമ്മൻകാരൊന്നും അല്ലായിരുന്നു, സാധാരണ നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു. രണ്ടാമത്തെ ഇൻ്റർവ്യൂ ജർമ്മൻകാരായിരുന്നു. എനിക്ക് പറയുന്നത് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. കാശ് പിടിച്ച് ഞാൻ എന്തൊക്കെയോ എൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയുന്നു. ഞാനല്ല ശരിക്കും ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്, അമ്മയാണ് അറ്റൻഡ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അമ്മ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അക്കോമഡേഷൻ എത്ര നോക്കിയിട്ടും ഓരോ ആപ്പിൽ ഞാൻ മെസ്സേജ് അയച്ച് നോക്കിയിട്ടും എല്ലാ റിജക്ഷൻ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. എല്ലാ റിജക്ഷൻ. എന്താ പറയുക, ഒരു മെയിൽ പോലും ഒരു അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മുട്ടിപ്പായി അമ്മോട് പ്രാർത്ഥിച്ച് വേറെ വഴിയില്ല. അപ്പോഴേക്കും എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ കുഴപ്പമില്ല, അമ്മ നിനക്കെല്ലാം ശരിയാക്കി തരും, നീ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ അമ്മ തന്നെ എല്ലാം ശരിയാക്കി തന്ന് വിസ വന്നു. വിസ ഞാൻ ഡേറ്റിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ വിസ ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നേ ഡിസ്പാച്ച് ആവുകയും 1 ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വിസ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഈ 25-ാം തീയതി ജർമ്മനിയിലോട്ട് പോവുകയാണ്. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പന് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവമെന്നും. ലാസ്റ്റ് CT സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി അത് അപ്പൻഡിക്സിൻ്റെ രോഗമാണ്. എന്നിട്ട് ഞാൻ അപ്പാപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ ഉടമ്പടി കാശുരൂപവും തൈലവും എണ്ണയും ഒക്കെ കൂടി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് അപ്പാപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയച്ചു. ഡോക്ടർ പുറത്തുനിന്ന് പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ്. 68 ഭയങ്കര ഏജുള്ള ഒരാളായിരുന്നു, 68 വയസ്സുണ്ട്. അപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, ചാൻസ് ഒന്നുമില്ല,
അപ്പം ഞാനും അമ്മയും പുറത്തിരുന്ന് കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു. പുറത്ത് അപ്പോൾ ഓപ്പറേഷൻ കീ ഹോളായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കീ ഹോളിലൊന്നും പറ്റിയില്ല. അത് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സർജറി ചെയ്തു. ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു, ഇത് ഭയങ്കര ഒരു വലിയൊരു മിറാക്കിളാണ്, നിങ്ങളുടെ മാതാവ് നിങ്ങളെ കാത്തു എന്നൊക്കെ പറഞ്ഞു. വളരെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കില്ല. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകണമെന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുകയും അന്നത്തെ കുടുംബ പ്രാർത്ഥന ക്യാൻസലാക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു. പപ്പോട് പറഞ്ഞു, ഞായറാഴ്ച എന്തായാലും പ്രാർത്ഥന എത്തിക്കണം, അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ തൊട്ട് പ്രാർത്ഥന എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥന ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എത്തിക്കാറുണ്ട്. പിന്നെ എന്നും പള്ളിയിൽ പോകുന്നതിലൂടെ എനിക്ക് എൻ്റെ ഒരു ജീവിതം മാറി എന്ന് പറയാം. എൻ്റെ ജീവിതത്തിന് എന്താ പറയുക, ഒരു ആത്മീയമായി മാറ്റം എനിക്ക് വന്നു. പിന്നെ കുമ്പസാരത്തിലൂടെ ഞാൻ 2 ആഴ്ച തോറും കുമ്പസാരിച്ചാൽ മതി എന്നാണ് ഇവിടുന്ന് പറയുക. പക്ഷെ ഞാനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു അനുതാപം ഓട്ടോമാറ്റിക്കലി വരികയും അപ്പോൾ തന്നെ ഞാൻ പോയി കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഇതിന് പാപം ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു പാപമാണ്, ഞാൻ ഉടമ്പടി എടുത്തല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ പോയിട്ട് കുമ്പസാരിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സൊക്കെ കൂടി ഓഫനേജിക്ക് കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലാവുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ, വഴികളിൽ, ഷോപ്സിലൊക്കെ കൊടുക്കും. ചിലർ പറയും ഇവർക്കൊക്കെ പ്രാന്താണ്, എന്തുകൊണ്ടിനിപ്പോൾ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള കാര്യമാണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം വരും തലമുറ അറിയേണ്ട ഒരു കാര്യമാണ് ഉടമ്പടി എന്നത്. പിന്നെ ഈ ഡെയിലി ബ്രെഡൊക്കെ സ്റ്റാറ്റസ് ഇടുകയും സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പിന്നെ വചനങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥിച്ച ഒരു വചനം എടുത്ത് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു അന്നത്തെ ദിവസം ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ യേശുവേ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടണേ, അവരുടെ ഇന്നത്തെ ഒരു ദിവസം നന്നായി നല്ലപോലെ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് വചനം ഇടാറുണ്ട്. പല ആൾക്കാരും ഇതൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പല പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ ആ നേരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് അമ്മേനെ അറിയാനുള്ള സാഹചര്യം ഞാനല്ലാതെ വേറെ ആരുടെയെങ്കിലും കൂടെ അറിയുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാനും ചെയ്യുന്നുണ്ട്. ഈശോയെ ഈ സാക്ഷ്യം പറയുന്നതിനെ അനുവദിച്ച് നന്ദി.